നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കസ്റ്റംസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അത് കുറച്ചേ ഉള്ളൂടാ, സിമ്പിൾ ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 80% ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ട് എന്താണ്, ടൈപ്പ് ഓഫ് ഗുഡ്സ്, അതുപോലെ കസ്റ്റംസ് പോർട്ട്, കസ്റ്റംസ് ഏരിയ, അങ്ങനെ കുറച്ച് ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി തീർന്നു. നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്നത്തെ വീഡിയോ കൊണ്ട് ക്ലോസ് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണ്ടേ? റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ആദ്യമേ പഠിച്ചത് എന്താണ്? കസ്റ്റംസ് വന്നത് എങ്ങനെയാണ്, കസ്റ്റംസ് ഡ്യൂട്ടി എങ്ങനെയാണ്, ആ വേർഡ് കിട്ടിയത് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു അല്ലേ? നമ്മുടെ ഏതൊരു നിയമപ്രകാരം നമുക്കൊരു ക്യാഷ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ വേണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന എന്തിൻ്റെ ബേസിലാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിലാണ്. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പവർ വേണം. ആ പവറിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എൻട്രി നമ്പർ ഏതാണ്, ഷെഡ്യൂൾ ഏതാണ്, ഏത് ലിസ്റ്റാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചു. ഓക്കെ, നമ്മൾ ആദ്യമേ പഠിച്ച പോയിന്റ് 1962 നമ്മൾ കസ്റ്റംസ് ആക്ടിൽ നിലവിൽ വന്നു. പിന്നെ എൻട്രി നമ്പർ 83, യൂണിയൻ ലിസ്റ്റ് 7th ഷെഡ്യൂളാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് പവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഓൾ ഓഫ് ഇന്ത്യയിൽ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെ കുറച്ച് പോയിന്റുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ആണ് എന്ത് പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. ആ പബ്ലിക് നോട്ടീസ് നമ്മൾ ട്രേഡ് നോട്ടീസ് എന്നും പറയുമെന്ന് പറഞ്ഞു, ഓർമ്മയില്ലേ? പിന്നെ കസ്റ്റംസ് ഗുഡ്സിന് മാത്രമാണ് എന്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള, സർവീസിന് ആപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. എപ്പോഴും ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? ടാക്സും ഡ്യൂട്ടിയും സെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടാക്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിനും സർവീസിനും വരും അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തിനു മാത്രമേ വരൂ? ഗുഡ്സിന് മാത്രമേ വരൂ. സെസ്സ് ഗുഡ്സിനും വരും സർവീസിനും വരും. പക്ഷേ ഈ സെസ്സ് നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പർപ്പസ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഡ്യൂട്ടിയും നമ്മുടെ ടാക്സും കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചതാണ്. ഓക്കെ, അവിടെ നമ്മൾ ചാർജിങ് സെക്ഷൻ പഠിച്ചു. GSTയുടെ ചാർജിങ് സെക്ഷൻ എന്തായിരുന്നു? സെക്ഷൻ 9 ആയിരുന്നു. നമ്മുടെ കസ്റ്റംസിൻ്റെ ചാർജിങ് സെക്ഷൻ 8 ആണ്. ഓക്കെ അല്ലേടാ? ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, GST ഈടാക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നത്. ടാക്സ് ലയബിലിറ്റി അല്ല, ഡ്യൂട്ടിയുടെ ലയബിലിറ്റി വരുന്നത്. ഓക്കെ അല്ലേടാ? ഇനി ഏത് റേറ്റിലാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യാനുള്ളത്? അത് കസ്റ്റംസ് ടാരിഫ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 പറഞ്ഞിട്ടുണ്ട്. GSTയിൽ എങ്ങനെയായിരുന്നു, ഓർമ്മയുണ്ടോ? GSTയിൽ നമ്മുടെ GSTയുടെ സെൻട്രൽ CGST ആക്ട് പ്രകാരം നമ്മൾ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് കൗൺസിൽ പറയുന്ന റേറ്റിന് ടാക്സ് പേ ചെയ്യും അല്ലേ? അപ്പം പറയുന്നത് നമ്മുടെ ആക്ട്, ടാക്സ് പേ ചെയ്യേണ്ട റേറ്റ് പറയുന്നത് കൗൺസിൽ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ആക്ട് പ്രകാരം നമുക്ക് ലെവി ചെയ്യാനുള്ള ലയബിലിറ്റി വരുന്നു അല്ലേ? ആക്ട് പ്രകാരം നമ്മൾ ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി നമ്മുടെ മേൽ വരുന്നു. പക്ഷേ നമ്മൾ പേ ചെയ്യുന്നത് ഏത് റേറ്റിലാണ്? നമ്മുടെ കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 പറയുന്ന റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് പേ ചെയ്യുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് MCQ പോയിന്റ് പഠിച്ച് എന്താണ്? ഗവൺമെൻറ്റിന് നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ പേ ചെയ്യേണ്ടി വരും. ഗവൺമെൻറ്റിന് നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞത് നമ്മുടെ കസ്റ്റംസ് ടാരിഫ് ആക്ടിനകത്ത് 2 ഷെഡ്യൂളുണ്ട്. ഷെഡ്യൂൾ 1 പറയുന്നത് എന്താണ്? ഇമ്പോർട്ടുമായിട്ട് ഡീൽ ചെയ്യുന്ന റേറ്റ്. ഷെഡ്യൂൾ 2 പറയുന്നത് എക്സ്പോർട്ടുമായിട്ട് ഡീൽ ചെയ്യുന്ന റേറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ഇന്ത്യ അല്ലേ? ഇന്ത്യയുടെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? പടം ദാ കിടക്കുന്ന ഇന്ത്യയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ് അകലെ നമ്മൾ അതിനെന്ത് വിളിക്കും? ടെറിട്ടോറിയൽ വാട്ടർ എന്ന് വിളിക്കും. ഓർമ്മയുണ്ടോ? ആ ടെറിട്ടോറിയൽ വാട്ടറും കഴിഞ്ഞ് 188 നോട്ടിക്കൽ മൈൽസ്, അതായത് ടോട്ടൽ 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള റീജിയനെ നമ്മൾ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. ആ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇന്ത്യയായിട്ട് കണക്കാക്കും. എപ്പോൾ മാത്രം? ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് മാത്രം, ഫോർ ദ പർപ്പസ് ഓഫ് ഓയിൽ എക്സ്ട്രാക്ഷൻ. ഓർമ്മയുണ്ടോ? പിന്നെ നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ടെറിട്ടോറിയൽ വാട്ടർ കംപ്ലീറ്റ്ലി ഇന്ത്യയാണ്. പിന്നെ ഇന്ത്യയുടെ മാസ് ലൈനും കാര്യങ്ങളൊക്കെ ഇന്ത്യയാണെന്നൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. കസ്റ്റംസ് വാട്ടർ എന്താണെന്ന് പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ കോണ്ടിനെൻ്റൽ ഷെൽഫ് പഠിച്ചു, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ഹൈ സി എന്താണ്? നമ്മുടെ 200 നോട്ടിക്കൽ മൈൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു രാജ്യത്തിനും അവകാശമില്ല. നമ്മുടെ ഇന്ത്യക്കും ഇല്ല. ഇന്ത്യയായിട്ട് ബോർഡർ ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള വേറൊരു രാജ്യങ്ങൾക്കും ആ സീക്ക് അവകാശമില്ല. ആ സീയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഹൈ സി എന്ന് വിളിക്കുന്നത്. പിന്നെ ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ അകത്ത് നമ്മൾ എപ്പോൾ എന്ത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്താലും നമുക്ക് ഡ്യൂട്ടി പേ ചെയ്യാനുള്ള ഒരു ലയബിലിറ്റി വരും. പക്ഷേ എവിടെ മാത്രം വരില്ല? ഇന്ത്യയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനം ഏതാണ്? സ്പെഷ്യൽ എക്കണോമിക് സോണും 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് അല്ലേ? ഈ രണ്ടും നമ്മൾ ഇന്ത്യ ആയിട്ട് കണക്കാക്കൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേടാ? അതായത് ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയൊക്കെയാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് വിളിക്കുന്നത്. പ്രശ്നമില്ലല്ലോ. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്. ഒരു ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ ഇത്രയും സംഭവങ്ങളല്ലേ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐറ്റംസ് ടൈപ്പ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ കുറേ ടൈപ്സ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട്. എന്താണ് എക്സ്പോർട്ട് എന്താണ്, ഇമ്പോർട്ട് എന്താണ് നമ്മൾ പഠിക്കും.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനമാണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. അതായത് കൺവെയൻസ് എന്താണ്, നമ്മുടെ കസ്റ്റംസ് ഏരിയ, കസ്റ്റംസ് പോർട്ട്, കസ്റ്റംസ് എയർപോർട്ട് എന്താണ്, കസ്റ്റംസ് സ്റ്റേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ആ ടേംസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ക്ലോസ് ആയി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. മീനിങ് ആൻഡ് ടൈപ്പ് ഓഫ് ഗുഡ്സ്. മീനിങ് ആൻഡ് ടൈപ്പ് ഓഫ് ഗുഡ്സ്, നമ്മുടെ ഗുഡ്സിൻ്റെ മീനിങ്ങും ടൈപ്പും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ് അവിടെ മുതൽ തന്നെ നമുക്ക് വായിച്ച് നോക്കാം. എന്ത്? ഗുഡ്സ് ഇൻക്ലൂഡ്സ് വെഹിക്കിൾ, എയർക്രാഫ്റ്റ് ആൻഡ് വെസൽസ്. ഗുഡ്സിനകത്ത് എന്തൊക്കെ വരും? നമ്മുടെ വെസൽസ്, എയർക്രാഫ്റ്റ്, വെഹിക്കിൾ, ഈ 3 ഐറ്റംസും വരും. അതായത് നമ്മുടെ കടലിൽ കൂടെ ഓടുന്ന ഷിപ്പും, നമ്മുടെ മുകളിലൂടെ പോണ എയ്റോപ്ലെയിനും, അതുപോലെ നമ്മുടെ റോഡിലൂടെ പോണ വെഹിക്കിൾസും നമ്മുടെ ഗുഡ്സിനകത്ത് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് പോകണം. അമേരിക്കയിലൂടെ നമ്മൾ എങ്ങനെയാണ് പോകണം? ഫ്ലൈറ്റിലായിരിക്കും പോണത്. അപ്പോൾ ഫ്ലൈറ്റ് ഇന്ത്യയിൽ നിന്നും പറന്ന് ഇന്ത്യയുടെ ടെറിട്ടറി ആയിട്ടുള്ള നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടറൊക്കെ കടന്നിട്ടാണ് അപ്പുറത്ത് പോണത്. അങ്ങനെയാണെങ്കിൽ ഗുഡ്സിൻ്റെ ഡെഫിനേഷനകത്ത് എയർക്രാഫ്റ്റ് വരും. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലോട്ട് പോണ ആ ഒരു എയറോപ്ലെയിനും എക്സ്പോർട്ടായിട്ട് കണക്കാക്കൂ. അതിന് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട് വരുന്നില്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ്, നമ്മുടെ ഈ വെഹിക്കിൾ, എയർക്രാഫ്റ്റ്, വെസൽ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെർമനൻ്റ്ലി ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ പെർമനൻ്റ്ലി ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകണം. അത് നമ്മുടെ എന്തെങ്കിലും ഗുഡ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടല്ലേ. അതിന് നമ്മൾ ഒരിക്കലും ഗുഡ്സായിട്ട് ട്രീറ്റ് ചെയ്യില്ല. മനസ്സിലായോ? അതിനെ ഒരിക്കലും ഗുഡ്സായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യില്ല. ഞാൻ താഴെ പോയിന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി, പ്രശ്നമില്ലല്ലോ. അതായത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കുക, നല്ല കാശുകാരൊക്കെ, നമ്മുടെ അംബാനിയൊക്കെ, അവർക്ക് അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതിനൊക്കെ ടിക്കറ്റ് ഒന്നും എടുത്ത് പോകേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യും? ചാർട്ടേഡ് ഫ്ലൈറ്റ്, അവർ സ്വന്തമായിട്ട് ഫ്ലൈറ്റുകൾ എന്ത് ചെയ്യും? മേടിക്കും. ആ ഫ്ലൈറ്റ് നോക്കി പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് മേടിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇമ്പോർട്ട് എന്ന് വിളിക്കും. അവിടെയാണെങ്കിൽ നമ്മൾ അതിനെ ഗുഡ്സായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അവിടെ നമ്മൾ ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഇത് ഞാൻ എക്സാമ്പിളായിട്ട് പറയണം. അവിടെ വേറെ കുറേ ഡ്യൂട്ടിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കിപ്പോൾ അറിയേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത എന്താ നോക്കി? സ്റ്റോഴ്സ് ആൻഡ് ബാഗേജസ്. സ്റ്റോഴ്സ് ആൻഡ് ബാഗേജസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകും. നമ്മുടെ കയ്യിൽ കുറച്ച് ബാഗേജസ് കൊണ്ടുപോകും. ആ ബാഗേജസിൽ ഇരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എന്തായിട്ട് കൂട്ടും? എക്സ്പോർട്ടായിട്ട് കണക്കാക്കും. മനസ്സിലായോ? അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ കൂടെ അക്കമ്പനി ചെയ്യുന്ന സാധനമായാലും നമ്മൾ കാർഗോ ആയാലും അയക്കുന്ന സാധനമായാലും അതിന് നമ്മൾ എക്സ്പോർട്ടായിട്ട് കണക്കാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, സ്റ്റോഴ്സ്, അതായത് നമ്മുടെ ഈ ഷിപ്പൊക്കെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും അല്ലേ? ഒരുപാട് സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളെടുക്കും. ആ ദിവസങ്ങളിലേക്ക് അവർക്ക് കഴിക്കാനുള്ള ഫുഡ്, ഫ്യൂവൽ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ സ്റ്റോഴ്സായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കത്തില്ലേ? അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഗുഡ്സായിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സാധനം നോക്കി, കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് പൈസ. നമ്മുടെ ഇന്ത്യൻ കറൻസി നമ്മൾ ഇന്ത്യക്ക് പുറത്തോട്ട് ഏതെങ്കിലും രാജ്യത്തോട്ട് കൊണ്ടുപോയാൽ അതിനെ നമ്മൾ എക്സ്പോർട്ടായിട്ട് ട്രീറ്റ് ചെയ്യും. ആ കറൻസിയെ നമ്മൾ ഗുഡ്സായിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ FEMA ആക്ട് വിൽ ബി അപ്ലൈഡ്. അവിടെ എന്തുണ്ട്? ഫെമ ആക്ട് അപ്ലൈ ചെയ്യും. ഫെമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അതായത് ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലേടാ, ഇത് ജസ്റ്റ് ഡിക്ലറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഗുഡ്സ്. ഇത് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷനകത്ത് ഒരു ഡിക്ലറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഗുഡ്സ്. ഇത് നമ്മൾ ഗുഡ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ലടാ. ഇതിന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമ്മുടെ കറൻസിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സും ഗുഡ്സ് എന്ന് പറഞ്ഞ ഡെഫിനിഷനകത്ത് വരും. അത് ഒൺലി ഫോർ ഡിക്ലറേഷൻ പർപ്പസ് ആണ്. നിങ്ങൾക്ക് ആ താഴത്തെ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കി, എനി അതർ കൈൻഡ്സ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. വേറെ എന്ത് പ്രോപ്പർട്ടീസ് ആണെങ്കിലും നമുക്ക് അതിന് എന്ത് ചെയ്യാം? ഗുഡ്സായിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ തീർന്നില്ല, ഇനി ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് ഇത്ര മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് ഗുഡ്സിൻ്റെ ഡെഫിനിഷനകത്ത് വരുന്നത്? വെഹിക്കിൾ, എയർക്രാഫ്റ്റ്, വെസൽ, ഇത് 3 വരും. പക്ഷേ പെർമനൻ്റ്ലി ബ്രോഡ് ടു ഇന്ത്യ ആയിരിക്കണം. ഇന്ത്യയിലേക്ക് പെർമനൻ്റ്ലി കൊണ്ടുവന്നിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പെർമനൻ്റ്ലി പുറത്തോട്ട് പോകുന്ന സാധനമായിരിക്കണം. ഓക്കെ. രണ്ടാമത്തത് സ്റ്റോഴ്സ് ആൻഡ് ബാഗേജസ്. നമ്മുടെ ഷിപ്പുകളിലൊക്കെ നമ്മൾ വെക്കുന്ന ഫ്യൂവൽ, അതുപോലുള്ള നമുക്ക് കഴിക്കാനുള്ള ഫുഡ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്റ്റോഴ്സിനകത്ത് വരും. നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന സാധനമായാലും നമ്മൾ കാർഗോയിലേക്കുന്ന സാധനമായാലും ബാഗേജിനകത്ത് വരും. ഓക്കെ. അടുത്ത എന്താണ്? നമ്മുടെ കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. പക്ഷേ അവിടെ ഫെമ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. അതിൻ്റെ ഡിക്ലറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിനെ ഗുഡ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ഓൾ കൈൻഡ്സ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ബാക്കി ഏത് ടൈപ്പ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഗുഡ്സ് എന്ന് പറഞ്ഞ ഡെഫിനിഷനകത്ത് വരാം. പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ. ആ സാധനം ഞാൻ ഇവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പ്രശ്നമില്ലല്ലോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് പറയുന്നത് എന്താ നോക്കി, എക്സ്പോർട്ട് ഗുഡ്സ് എന്താണ്, ഇമ്പോർട്ട് ഗുഡ്സ് എന്താണ്, കോസ്റ്റൽ ഗുഡ്സ്, ഡ്യൂട്ടിയബിൾ ഗുഡ്സ്, ട്രാൻസിറ്റ് ഗുഡ്, ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് കുറേ ഗുഡ്സിൻ്റെ പേരാണ് ഇനി പഠിക്കാനുള്ളത്. ഒരു 6 എണ്ണം പഠിക്കാനുണ്ട്. എക്സ്പോർട്ട് ഗുഡ്സ് എന്താണ്, ഇമ്പോർട്ട് ഗുഡ്സ് എന്താണ്, കോസ്റ്റൽ ഗുഡ്സ്, ഡ്യൂട്ടിയബിൾ ഗുഡ്സ്, ട്രാൻസിറ്റ് ഗുഡ്സ് ആൻഡ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ്. ട്രാൻസിറ്റും പഠിക്കാനുണ്ട്, ട്രാൻസ്ഷിപ്മെൻറ്റും പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം ഇതിൽ ഓരോന്നും എന്താണെന്ന്. ഒന്നാം സാധനം എന്താണ്? എക്സ്പോർട്ട് ഗുഡ്സ്. ഒന്നാമത്തെ എന്താണ്? എക്സ്പോർട്ട് ഗുഡ്സ്. നിങ്ങൾ പറഞ്ഞേ, നമ്മൾ ഇത്രയും നേരം കസ്റ്റംസ് പഠിച്ച ഒരു രീതി വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താണ് എക്സ്പോർട്ട് ഗുഡ്സ് എന്ന്?
എക്സ്പോർട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടർ, അതായത് ഇന്ത്യയുടെ ടെറിട്ടറി ലൈൻ കഴിഞ്ഞിട്ട് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നമ്മൾ പെർമനൻ്റ്ലി കൊണ്ടുപോകുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്പോർട്ട് ഗുഡ്സ് എന്ന് വിളിക്കാം. പ്രശ്നമില്ലല്ലോ. സിമ്പിൾ ലോജിക്ക് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നോക്കി, എനി ഗുഡ്സ് വിച്ച് ആർ ടേക്കൺ ഔട്ട് ഓഫ് ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത്, അതായത് നമ്മുടെ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടറും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും ഒക്കെ നമ്മൾ പഠിച്ചില്ല. ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷനകത്ത് വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആ ഇന്ത്യക്ക് പുറത്തോട്ട് നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് ഗുഡ്സ് കൊണ്ടുപോകണമെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്പോർട്ട് ഗുഡ്സ് എന്ന് വിളിക്കാം. നോക്കിയടാ, നോക്കിയേ, ഒന്നുകൂടെ പറഞ്ഞടാ. എനി ഗുഡ്സ് വിച്ച് ആർ ടേക്കൺ ഔട്ട് ഓഫ് ഇന്ത്യ, എനി ഗുഡ്സ് വിച്ച് ആർ ടു ബി ടേക്കൺ ഔട്ട് ഓഫ് ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം ഇന്ത്യയിൽ നിന്നും. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? എക്സ്പോർട്ട് ഗുഡ്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എക്സ്പോർട്ട് ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇമ്പോർട്ട് ഗുഡ്സ്? അടുത്ത പോയിന്റ്, ഇമ്പോർട്ട് ഗുഡ്സ് എന്താണെന്ന് പഠിക്കാം. നോക്കി, ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കി. എനി ഗുഡ്സ് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതാണ് ഇമ്പോർട്ടൻറ്റ്. എനി ഗുഡ്സ് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. ഇന്ത്യ എന്ന് പറയുന്ന ഡെഫിനേഷനകത്ത് പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ഒരു സാധനം എടുത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഡെഫിനേഷനകത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങോട്ടെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ഇമ്പോർട്ട് ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഓൺലി ആസ് ലോങ് ആസ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഹാസ് ബീൻ പെയ്ഡ് ഓൺ സച്ച് ഗുഡ്സ്. അടുത്ത സെൻറ്റൻസ് ഉണ്ടോ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലി ആസ് ലോങ് ആസ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഹാസ് ബീൻ പെയ്ഡ് ഓൺ സച്ച് ഗുഡ്സ്. അതായത് നമ്മൾ ഇമ്പോർട്ട് ഗുഡ്സ് എന്ന ഒരു ഗുഡ്സിനെ വിളിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ഷിപ്പ് വരെയാണ്. ഓക്കെ, അമേരിക്കയിൽ നിന്ന് തന്നെ കുറേ കാർഗോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുമായിട്ട് ഒരു ഷിപ്പ് വരെയാണ്. ഈ ഷിപ്പ് എന്ത് ചെയ്തു? വന്ന് ആദ്യമേ നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെത്തി. അതായത് 200 നോട്ടിക്കൽ മൈൽസിനകത്തെത്തി. 200 നോട്ടിക്കൽ മൈൽസ് ഇന്ത്യയാണ്, പക്ഷേ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഓയിൽ എക്സ്ട്രാക്ഷൻ, ഓയിൽ റിഗ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മളത് ഇന്ത്യയായിട്ട് കണക്കാക്കില്ല. ഓക്കെ, അവിടുന്ന് പിന്നെ അവർ വന്ന് നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസിന് അവിടെ എത്തി. 12 നോട്ടിക്കൽ മൈൽസിന് അവിടെ എത്തി. അങ്ങനെയാണെങ്കിൽ ആ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഡെഫിനേഷനകത്ത് വരുന്ന സാധനമല്ലേ നമ്മുടെ ഈ 12 നോട്ടിക്കൽ മൈൽസ്. ഈ 12 നോട്ടിക്കൽ മൈൽസിൻ്റെ അകത്ത് നമ്മുടെ ഷിപ്പ് എത്തുമ്പോൾ ആ ഷിപ്പിനകത്തിരിക്കുന്ന ഗുഡ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്പോർട്ട് ഗുഡ്സ് എന്ന് വിളിക്കാം. അല്ലെ, പുറത്തൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന എക്സ്പോർട്ട് ഗുഡ്സ് അല്ലേ, അത് നമുക്ക് എക്സ്പോർട്ട് ഗുഡ്സ് എന്ന് വിളിക്കാം. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആണെന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ അവർ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടർ കടന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടർ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡ്യൂട്ടി പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലയബിളാവും. ഞാനിപ്പോൾ പറയുന്ന എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സിൻ്റെ ഒരു ചെറിയ കാര്യമാണ്. എക്സ്പോർട്ട് പ്രൊസീജിയർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, നമുക്ക് പഠിക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടർ ഏതെങ്കിലും ഒരു സാധനം കടന്നു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കാൻ വേണ്ടിയിട്ട് ലയബിളാവും. ആ ഗുഡ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കാൻ വേണ്ടി ലയബിളാവും. ആ ഗുഡ്സിനെ നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കും. പുറത്തെ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കും. പ്രശ്നമില്ലല്ലോ. ഈ ഇമ്പോർട്ടഡ് ഗുഡ്സിന് എന്ത് ചെയ്യും? നമ്മുടെ ഏതെങ്കിലും കസ്റ്റം സ്റ്റേഷനിൽ വരും. കസ്റ്റം സ്റ്റേഷനിൽ വരുമ്പോൾ അത് ഒരു കസ്റ്റംസ് ഏരിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതൊരു കസ്റ്റോഡിയൻ്റെ കൊടുക്കും. കസ്റ്റോഡിയനായിരിക്കും ആ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വന്നിട്ട് ഓഫീസിൽ വന്നിട്ട് എത്രയാണോ ഡ്യൂട്ടി പേ ചെയ്യാനുള്ളത് ആ ഡ്യൂട്ടി പേ ചെയ്ത് കഴിയുമ്പോൾ ഈ കസ്റ്റോഡിയൻ നമുക്ക് ആ ഗുഡ്സ് തിരിച്ച് റിലീസ് ചെയ്യും. അത് നമ്മൾ ആ ഗുഡ്സിന് വേണ്ടിയിട്ട് ഡ്യൂട്ടി പേ ചെയ്യുന്ന സമയത്ത് അത് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആയിട്ട് ആ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്ന ആ ഒരു പേര് അതിൻ്റെ പുറത്ത് കഴിയും. അത് കഴിഞ്ഞിട്ട് അതിനെ അറിയപ്പെടുന്ന ഡൊമസ്റ്റിക് ഗുഡ്സ് എന്നാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടർ കഴിഞ്ഞ് വരികയാണെങ്കിൽ അത് ഇമ്പോർട്ടഡ് ഗുഡ്സായി, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സായി. അതിൻ്റെ മേലെ ഡ്യൂട്ടി പേ ചെയ്യാനുണ്ട്. ഡ്യൂട്ടി നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ നമുക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡൊമസ്റ്റിക് ഗുഡ്സ് എന്ന് വിളിക്കും. ഡൊമസ്റ്റിക് ഗുഡ്സ് എന്ന് വിളിക്കും. മനസ്സിലായോ? പ്രശ്നമുണ്ടോ? സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തൊരു രാജ്യത്ത് നിന്ന്, ഇന്ത്യയുടെ പുറത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സാധനത്തിന് നമുക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കാം. പക്ഷേ എപ്പം മാത്രമേ വിളിക്കാവൂ? ഡ്യൂട്ടി പേ ചെയ്യാത്തപ്പോൾ മാത്രം. ഡ്യൂട്ടി പേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. അത് പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സ് ആയി കഴിഞ്ഞു. പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. കോസ്റ്റൽ ഗുഡ്സ്. എന്താടാ കോസ്റ്റൽ ഗുഡ്സ്? നമുക്ക് ആ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ നമ്മൾ ഇനി പറയാൻ പോണ പോയിന്റ് മൊത്തം നമുക്ക് പെട്ടെന്ന് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ സാധനം ഒന്ന് വായിച്ചു നോക്കുക. എന്താ നോക്കി? ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ഇൻ എ വെസൽ ഫ്രം വൺ പോർട്ട് ഇൻ ഇന്ത്യ ടു അനദർ പോർട്ട്. അതായത് ഇന്ത്യയുടെ അകത്തുള്ള ഒരു പോർട്ടിൽ നിന്ന് ഇന്ത്യയുടെ അകത്തുള്ള മറ്റൊരു പോർട്ടിലേക്ക് നമ്മൾ സാധനം കൊണ്ടുപോകണമെങ്കിൽ അതിനെ നമുക്ക് കോസ്റ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാം. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ കുറേ സാധനങ്ങൾ വന്നു. ഇതാണ് നമ്മുടെ കൊച്ചി. നമ്മൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് നേരെ ഈ സാധനങ്ങൾ വിശാഖപട്ടണത്തേക്ക് കൊണ്ടുപോകണം. എവിടെ കൊണ്ടുപോകണം? വിശാഖപട്ടണം പോർട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നോക്കി, കൊച്ചി പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ്, വിശാഖപട്ടണം പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയാണ്. സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇന്ത്യയുടെ അകത്തുള്ളൊരു പോർട്ടിൽ നിന്ന് ഇന്ത്യയുടെ അകത്തുള്ള മറ്റൊരു പോർട്ടിലേക്ക് നമ്മൾ സാധനം കൊണ്ടുപോകണമെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോസ്റ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാം. പ്രശ്നമില്ലല്ലോ. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോസ്റ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാം.
ഓക്കെ അല്ലേ? ഒന്നും കൂടെ വായിച്ചു നോക്കിയ സെൻറ്റൻസ്. ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ഇൻ വെസൽ. നമ്മൾ ഏതെങ്കിലും ഒരു വെസലിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണം ഫ്രം വൺ പോർട്ട്, ഒരു പോർട്ടിൽ നിന്നും, വൺ പോർട്ട് ഇൻ ഇന്ത്യ ടു അനദർ പോർട്ട്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് നമുക്ക് എന്തെന്ന് വിളിക്കാം? കോസ്റ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാം. അത് നമുക്ക് എന്തെന്ന് വിളിക്കാടാ? കോസ്റ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താടാ? ഡ്യൂട്ടിയബിൾ ഗുഡ്സ്. എന്താണ് ഡ്യൂട്ടിയബിൾ ഗുഡ്സ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ത്? ഡ്യൂട്ടി പേ ചെയ്യേണ്ട ഗുഡ്സ്. ഡ്യൂട്ടി പേ ചെയ്യേണ്ട ഗുഡ്സ്. നോക്കി ആ സെൻറ്റൻസ് വായിച്ച് നോക്കാൻ നമുക്ക് തന്നെ പറയാൻ പറ്റും. അതായത് നമ്മുടെ കസ്റ്റംസ് ടാരിഫ് ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു റേറ്റ് പ്രകാരം ഇന്ന ഗുഡ്സ് നമ്മുടെ ഡ്യൂട്ടി പേ ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഇതുവരെ ഡ്യൂട്ടി പേ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ആ സെൻറ്റൻസ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തീരും. നോക്കി, എനി ഗുഡ്സ് വിച്ച് ആർ ചാർജബിൾ ടു ഡ്യൂട്ടി. നമ്മൾ ഡ്യൂട്ടി പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ഓൾറെഡി ചാർജ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൺ വിച്ച് ഡ്യൂട്ടി ഈസ് നോട്ട് ബീൻ പെയ്ഡ്. നമ്മൾ ആ ഡ്യൂട്ടി പേ ചെയ്തിട്ടില്ല. അപ്പോൾ ഡ്യൂട്ടി പേ ചെയ്യാൻ നമ്മൾ ലയബിളാണ്, നമ്മൾ ഡ്യൂട്ടി പേ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗുഡ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേടാ? താഴെ കിടക്കുന്ന സെൻറ്റൻസ് കൂടെ വായിച്ചു നോക്കി. ഇറ്റ് മീൻസ് ദ നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ ഗുഡ്സ് ഷാൾ ഫൈൻഡ് ഇൻ മെൻഷൻ ഇൻ കസ്റ്റംസ് ടാരിഫ് ആക്ട്. കസ്റ്റംസ് ടാരിഫ് ആക്ട് പ്രകാരം നമ്മൾ ഗുഡ്സിൽ ടാക്സ് പേ ചെയ്യാനുള്ള ഗുഡ്സിൽ ഡ്യൂട്ടി പേ ചെയ്യാനുള്ളതാണ്. അത് നമ്മൾക്ക് ഓൾറെഡി അവർ പറയുകയും ചെയ്തു, ചാർജും ചെയ്തു. പക്ഷേ നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് വിളിക്കാം. അതിനെ എന്തെന്ന് വിളിക്കാം? ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത രണ്ട് സാധനം പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് എന്ത് നോക്കാം? ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കി, എക്സാമ്പിൾ എന്താണെന്നറിയാമോ? നമ്മളിതാ USA, ഇതാണ് USA സങ്കല്പിക്കുക കേട്ടോ. ഈ USA നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകാനാണ്. എങ്ങോട്ട്? നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാണ്. നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരാണ്? ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ പേര് ABCD. 4 ടൈപ്പ് ഓഫ് ഗുഡ്സാണ് കൊണ്ടുപോകുന്നത്. എത്ര ടൈപ്പ് ഓഫ് ഗുഡ്സ്? 4 ടൈപ്പ് ഓഫ് ഗുഡ്സാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ USA നിന്ന് ഇന്ത്യയിലേക്ക് നമ്മൾ കുറച്ച് സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ABCD ആണ്. അപ്പോൾ ABCD നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കാം. ABCD നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യയിലെ കൊച്ചിയിൽ വന്നു. എവിടെ വന്നു? നമ്മുടെ കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്ന് Aയും Bയും കൊച്ചിയിൽ കൊടുത്തു. Aയും Bയും എവിടെ കൊടുത്തു? കൊച്ചിയിൽ കൊടുത്തു. എന്നിട്ട് ബാക്കി സാധനങ്ങളുമായിട്ട്, ബാക്കി ഏതൊക്കെ സാധനമുണ്ട്? നമ്മുടെ Cയും Dയും. ഈ Cയും Dയും കൊണ്ട് ഈ ഷിപ്പ് നേരെ എവിടെ പോയി? ചൈനയിൽ പോയി. Cയും D എവിടെ പോയി? ചൈനയിൽ പോയി. Cയും Dയും ചൈനയിൽ പോയി. Cയും Dയും എവിടെ പോയി? ചൈനയിൽ പോയി. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്തു? ഈ കൊച്ചിയിൽ കിടക്കുന്ന ഈ ഒരു സാധനത്തിന്, കൊച്ചിയിൽ കിടക്കുന്ന ഈ ഒരു Bയെ നമ്മൾ തിരിച്ച് എക്സ്പോർട്ട് ചെയ്ത് ശ്രീലങ്കയിൽ കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയി? ശ്രീലങ്കയിൽ കൊണ്ടുപോയി. ശ്രീലങ്കയിലോട്ട് കൊണ്ടുപോയി. ഈ Bയെ നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ എടുത്ത് വിശാഖപട്ടണത്ത് കൊണ്ടുപോയി. കൊച്ചിയിൽ നേരെ എടുത്ത് വിശാഖപട്ടണത്തേക്ക് കൊണ്ടുപോയി. ഇതെന്ത് ഇത്? വല്ല മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ഇതാ നോക്കിക്കോ, നമ്മൾ USA നിന്ന്, അമേരിക്കയിൽ നിന്ന് 4 ടൈപ്പ് ഓഫ് ഗുഡ്സ് ഇന്ത്യയിലേക്ക്, കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. ഗുഡ്സിൻ്റെ പേര് ഏതാ? ABCD. 4 ടൈപ്പ് ഓഫ് ഗുഡ്സ് നമ്മൾ ഇന്ത്യയിലേക്ക്, കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, കൊച്ചിയിൽ വന്ന് ഇറങ്ങിയ ഗുഡ്സ് എന്നൊക്കെയെന്ന് പറഞ്ഞാൽ Aയും Bയും കൊച്ചിയിൽ ഇറങ്ങി. Aയും Bയും കൊച്ചിയിൽ നമ്മൾ അൺലോഡ് ചെയ്തു. ഓക്കെ അല്ലേ? അൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഷിപ്പ് നേരെ എങ്ങോട്ട് പോയി? ഈ ഷിപ്പ് ഇവിടുന്ന് ഇന്ത്യയിൽ വന്നിട്ട് നേരെ വളഞ്ഞ് എങ്ങോട്ട് പോയി? ചൈനയിലേക്ക് പോയി. ചൈനയിൽ പോയിട്ട് അവിടെ ബാക്കി Cയും Dയും ചൈനയിൽ കൊടുത്ത്. Cയും Dയും ചൈനയിൽ കൊടുത്ത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാമോ? നമ്മൾ ഈ B എന്ന് പറയുന്ന ഗുഡ്സിനെ, ഈ Bയെ നേരെ ശ്രീലങ്കയിലോട്ട് കൊണ്ടുപോയി. Bയെ നമ്മൾ ശ്രീലങ്കയിലോട്ട് കൊണ്ടുപോയി. Aയെ വിശാഖപട്ടണത്തേക്ക് കൊണ്ടുപോയി. A എങ്ങോട്ട് കൊണ്ടുപോയി? വിശാഖപട്ടണത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ഇതിൽ Aയും Bയും Cയും Dയും എന്താണെന്ന്. A നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്ത്യയുടെ ഒരു പോർട്ടിൽ നിന്ന്, അല്ലേ? ഇന്ത്യയുടെ ഒരു പോർട്ടായിട്ടുള്ള കൊച്ചിയിൽ വന്നിട്ട് അത് പിന്നെ എങ്ങോട്ട് പോയി? വിശാഖപട്ടണത്തേക്ക് പോയി. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇതിനെ കോസ്റ്റൽ ഗുഡ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ അല്ലേ? ആദ്യം അത് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആയിരുന്നു. നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സിൽ ഡ്യൂട്ടിയൊക്കെ പേ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ തീരും. അത് കഴിഞ്ഞിട്ട് അത് വിശാഖപട്ടണത്തേക്ക് പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കോസ്റ്റൽ ഗുഡ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം? ഇമ്പോർട്ടഡ് ഗുഡ്സ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തന്നെ കോസ്റ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ബി നോക്കിയേ. ബി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നിട്ട് അവിടുന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയി. ഇന്ത്യയിൽ വന്നു, നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് വേറൊരു ഷിപ്പിലേക്ക് ലോഡ് ചെയ്ത് അത് ആ ഷിപ്പിൽ നിന്ന് നേരെ ഇവിടെ പോയി? ശ്രീലങ്കയിലേക്ക് പോയി. അങ്ങനെയുള്ള ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ്. എന്തെന്ന് വിളിക്കും? ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ്. അതായത് ഇന്ത്യയുടെ ഒരു പോർട്ടിൽ വന്നു, എന്നിട്ട് അത് നമ്മൾ വേറൊരു ഷിപ്പിലേക്ക് ലോഡ് ചെയ്ത്, വേറെ ഒരു വെസലിലേക്ക് ലോഡ് ചെയ്തിട്ട് അത് അവിടുന്ന് നേരെ എങ്ങോട്ട് പോയി? ശ്രീലങ്കയിലേക്ക് പോകണമെങ്കിൽ അതിനെന്ത് വിളിക്കാം? ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമ്മുടെ Cയും Dയും ഇല്ലേ? ഈ Cയും Dയും നമുക്ക് എന്തെന്ന് വിളിക്കാൻ അറിയാമോ? ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ട്രാൻസിറ്റ് ഗുഡ്സ്. കാരണം അത് ഇന്ത്യയിൽ വന്നിട്ട് അൺലോഡും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അവിടുന്ന് നേരെ ഡീവിയേറ്റ് എങ്ങോട്ട് പോയി? ചൈനയിലേക്ക് പോയി. മനസ്സിലായോ? ട്രാൻസിറ്റ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സും എന്താണെന്ന് മനസ്സിലായോ? ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ
ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒരു അൺലോഡിങ്ങും ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ഇന്ത്യയിലേക്ക് പോർട്ടിലേക്ക് വന്നു, അത് അവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോയി, മറ്റൊരു രാജ്യത്തേക്ക് പോയി. അതിനെ നമുക്ക് ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ വന്നു, എന്നിട്ട് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യാതെ ആ സാധനത്തിന് നേരെ വേറൊരു ഷിപ്പിലേക്ക് അൺലോഡ് ചെയ്തിട്ട് അവിടുന്ന് വേറൊരു രാജ്യത്തേക്ക് പോയി. അതിനെ നമുക്കെന്ന് വിളിക്കാം? ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ കിടക്കുന്ന ഈ ഡെഫിനിഷൻസ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്രാൻസിറ്റ് ഗുഡ്സ് എന്താണെന്നും ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ് എന്താണെന്നും. ഓക്കെ, ട്രാൻസിറ്റ് ഗുഡ്സ് എന്താണെന്ന് നോക്കി. ഗുഡ്സ് വിച്ച് ആർ ബ്രോട്ട് ടു ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ത്രൂ എനി വെസൽ ഓർ എയർക്രാഫ്റ്റ്, ഏതെങ്കിലും വെസലോ എയർക്രാഫ്റ്റിലോ, ബട്ട് നോട്ട് അൺലോഡഡ് ടു ഇന്ത്യ, അത് ഇന്ത്യയിൽ അൺലോഡ് ചെയ്തില്ലെന്ന്. ഇന്ത്യയിൽ എന്തും ചെയ്തില്ല, അൺലോഡ് ചെയ്തില്ല. ഓക്കെ, ഇനി അടുത്ത ട്രാൻസ്ഷിപ്മെൻറ്റും കൂടെ വായിച്ചു നോക്കി. ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ് ആർ അൺലോഡഡ് ഇൻ ഇന്ത്യ ബട്ട് ദോസ് ആർ ടു ബി സെൻഡ് ടു സം അതർ പ്ലേസ് വെദർ ഇൻ ഇന്ത്യ ഓർ എബ്രോഡ്. മനസ്സിലായോടാ? അതായത് ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏത് ബി, അതെന്ത് ചെയ്തു? ഇന്ത്യയിൽ വന്ന് അൺലോഡ് ചെയ്തു, നമ്മൾ കൊണ്ടുവിടെ ഇറക്കിയിട്ട് അത് വേറൊരു ഷിപ്പിൽ കയറിയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അൺലോഡൊന്നും ചെയ്യുന്നില്ല, നേരെ വന്നു, അവിടുന്ന് ഡീവിയേറ്റ് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് പോകാൻ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. ഈ രണ്ട് സാധനം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ട്രാൻസ്ഷിപ്മെൻറ്റ്, ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വന്ന് അൺലോഡ് ചെയ്തിട്ട് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സ്. ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്തില്ല, അൺലോഡ് ചെയ്തില്ല, നേരിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. പ്രശ്നമില്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ? ആ ട്രാൻസിറ്റ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെൻറ്റ് ഗുഡ്സിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ, നമ്മുടെ ABCD എക്സാമ്പിളില്ലേ, ആ എക്സാമ്പിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. ഇനി നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് എന്താണ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, എന്താണ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേടാ, ആ കാര്യം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇമ്പോർട്ടും എക്സ്പോർട്ടും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് വിൽ കമൻസ് വെൻ ദ ഗുഡ്സ് ക്രോസസ് നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടർ. അതായത് 12 നോട്ടിക്കൽ മൈൽസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഇമ്പോർട്ടായിട്ട് കണക്കാക്കും. നമ്മുടെ ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് അപ്പം പേ ചെയ്യേണ്ട കാര്യമില്ല. അത് നേരെ നമ്മുടെ കസ്റ്റംസ് പോർട്ടിൽ വരും. കസ്റ്റംസ് പോർട്ടിൽ വരുമ്പോൾ ആ സാധനം നേരെ കസ്റ്റോഡിയൻ്റെ കൈ കൊടുക്കും. കസ്റ്റോഡിയനായിരിക്കും ആ സാധനം കീപ്പ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റംസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മുടെ ഡ്യൂട്ടി എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം പേ ചെയ്ത് കഴിയുമ്പോൾ അത് ഡൊമസ്റ്റിക് ഗുഡ്സ് ആവും. അപ്പോൾ നമുക്ക് ഗുഡ്സ് റിലീസ് ചെയ്ത് തരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് വിൽ കമൻസ് വെൻ ദ ഗുഡ്സ് ക്രോസസ് നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടർ ഓഫ് ഇന്ത്യ. ദാറ്റ് മീൻസ് 12 നോട്ടിക്കൽ മൈൽസ്. ഓക്കെ, ഇറ്റ് കണ്ടിന്യൂ ആസ് ലോങ് ആസ് ദ ഗുഡ്സ് ആർ അണ്ടർ ദ കസ്റ്റഡി ഓഫ് കസ്റ്റംസ്. അതായത് അത് അപ്പോഴും കണ്ടിന്യൂ ചെയ്യും. ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റസ് അപ്പോഴും കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണ്? അത് കസ്റ്റോഡിയൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴും. അതായത് നമ്മൾ ഡ്യൂട്ടി പേ ചെയ്യാത്തപ്പോൾ. അവിടെ നോക്കി, ഇമ്പോർട്ട് ഈസ് കംപ്ലീറ്റഡ് വെൻ ദ ഗുഡ്സ് ബിക്കം പാർട്ട് ഓഫ് മാസ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദ കൺട്രി. അതായത് ആ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ് അതിന് പോകണമെങ്കിൽ അത് ഇന്ത്യയുടെ ഗുഡ്സിൻ്റെ കൂടെ ആ ഒരു മാസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ ചേരണമെന്ന്. അതിൻ്റെ അർത്ഥം അതിൽ ഡ്യൂട്ടി പേ ചെയ്ത് കഴിഞ്ഞ് ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് ഡൊമസ്റ്റിക് ഗുഡ്സ് ആയിട്ട് മാറും. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, നമ്മുടെ ഇന്ത്യ ഇതാണ്. ആ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടർ 12 നോട്ടിക്കൽ മൈൽസ്. ഏതെങ്കിലും ഒരു സാധനം ഈ 12 നോട്ടിക്കൽ മൈൽസ് കടന്ന് അകത്തോട്ട് വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കാം. അത് നേരെ ഇവിടെ വന്ന് നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കസ്റ്റം പോർട്ടിൽ, ഇതാ ഇവിടെ കസ്റ്റം പോർട്ടിൽ കാണും. കസ്റ്റം പോർട്ടിൽ ഒരു സ്ഥലം കാണും, കസ്റ്റം ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കസ്റ്റോഡിയൻ എന്ത് ചെയ്യും? ഈ സാധനം സൂക്ഷിച്ച് വെച്ചിരിക്കും. നമ്മൾ നേരെ ഈ കസ്റ്റം സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മുടെ ഡ്യൂട്ടി ക്ലിയർ ചെയ്ത് പേ ചെയ്യണം. പേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റസിൽ നിന്ന് മാറിയിട്ട് ഡൊമസ്റ്റിക് ഗുഡ്സ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോർട്ട് എപ്പോൾ തുടങ്ങും, എപ്പോൾ അവസാനിക്കും? എക്സ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യം. ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാധനത്തിനാണ് എക്സ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇത് തുടങ്ങുന്ന എപ്പോഴാണ്? നമ്മൾ എവിടെയാണോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റം സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ സാധനം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനാണെന്ന് പറയില്ലേ, ആ ഒരു ഇവൻ്റാണ്, അവിടെയാണ് നമ്മുടെ എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കി, ഇറ്റ് ബിഗിൻസ് വെൻ ദ ഗുഡ്സ് ആർ പ്രസൻറ്റഡ് ഫോർ എക്സ്പോർട്ട്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്താണ് അത് ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് ദ ഗുഡ്സ് ആർ വിത്തിൻ ദ ടെറിട്ടോറിയൽ വാട്ടർ. നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടറിൽ ഉള്ളപ്പോഴെല്ലാം അത് എക്സ്പോർട്ട് ഗുഡ്സ് ആണ്. ടെറിട്ടോറിയൽ വാട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പോർട്ട് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. എക്സ്പോർട്ട് ഈസ് കംപ്ലീറ്റഡ് വെൻ ദ ഗുഡ്സ് ക്രോസസ് ടെറിട്ടോറിയൽ വാട്ടർ. ഓക്കെ അല്ലടാ? പ്രശ്നമല്ലോ, നമുക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ. ഇനി നമ്മളിപ്പോൾ പലയിടത്ത് കേട്ട കുറച്ച് വാക്കുകൾ. എന്താണ് കസ്റ്റംസ് ഏരിയ, കസ്റ്റംസ് പോർട്ട്, കസ്റ്റംസ് എയർപോർട്ട്, കസ്റ്റംസ് സ്റ്റേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോയിന്റും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പോയിന്റും കൂടെ പഠിച്ചിട്ട് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. നോക്കി, ആ പോയിന്റ്സ് എന്താ നോക്കിയാൽ, ആദ്യത്തെ കൺവേയൻസ്. എന്താണ് കൺവേയൻസ്? അതായത് നമ്മൾ കടലിൽ കൂടെയാണ് വരുന്നതെങ്കിൽ വെസലാണ് എന്തെന്ന് വിളിക്കുന്നത്? കൺവേയൻസ് എന്ന് വിളിക്കുന്നത്. എയറിലൂടെ ആണെങ്കിൽ എയർക്രാഫ്റ്റിനെ എന്തെന്ന് വിളിക്കും? കൺവേയൻസ് എന്ന് വിളിക്കും.
ഇനി അല്ല ലാൻഡിലൂടെ ആണെങ്കിൽ നമ്മുടെ വെഹിക്കിളിനെ എന്തെന്ന് വിളിക്കും? കൺവേയൻസ് എന്ന് വിളിക്കും. മനസ്സിലായോ? അതായത് ഈ ഒരു വേർഡ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്ന കാര്യം നമ്മൾ ആക്ട് പല പ്രാവശ്യം വായിക്കുമ്പോൾ ആക്ടിൻ്റെ പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ കൺവേയൻസ് എന്ന് പറഞ്ഞ വേർഡ്, ആ വേർഡ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ലാൻഡിലൂടെ ആണെങ്കിൽ വെഹിക്കിൾ എന്നും എയറിലൂടെ ആണെങ്കിൽ എയർക്രാഫ്റ്റ് എന്നും അതുപോലെ കടലിലൂടെ ആണെങ്കിൽ വെസൽ എന്നും മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കേട്ട കാര്യം കസ്റ്റംസ് ഏരിയ എന്താണെന്ന്. കസ്റ്റംസ് ഏരിയ എന്താണെന്ന് നോക്കി. ദ ഏരിയ ഓഫ് കസ്റ്റം സ്റ്റേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഏരിയ ഇൻ വിച്ച് ദ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ടഡ് ഗുഡ്സ് ആർ ഓർഡിനറിലി കെപ്റ്റ് ബിഫോർ ക്ലിയറൻസ് ബൈ കസ്റ്റംസ് അതോറിറ്റീസ്. അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന ഗുഡ്സ് നമ്മൾ പറഞ്ഞില്ലേ 12 നോട്ടിക്കൽ മൈൽസ് കഴിയും, അത് നേരെ നമ്മുടെ സ്റ്റേഷനിലേക്ക് വരും. സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? നേരെ കൊണ്ടുവന്നിട്ട് കസ്റ്റംസ് ഏരിയയിൽ കൊണ്ട് സൂക്ഷിക്കും. ആരാ സൂക്ഷിക്കുന്നത്? കസ്റ്റോഡിയനാണ് സൂക്ഷിക്കുന്നത്. അതായത് നമ്മുടെ ഡ്യൂട്ടി ക്ലിയർ ചെയ്യാത്ത ഗുഡ്സ്, ഇമ്പോർട്ടഡ് ഗുഡ്സും എക്സ്പോർട്ടഡ് ഗുഡ്സും ആദ്യമേ കൊണ്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത്. നോക്കി, ഏരിയ ഓഫ് കസ്റ്റം സ്റ്റേഷനിലുള്ള ഒരു ഏരിയയാണ്. ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഏരിയ ഇൻ വിച്ച് ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ് ഗുഡ്സ്, നമ്മുടെ ഇമ്പോർട്ടഡ് ഗുഡ്സോ എക്സ്പോർട്ടഡ് ഗുഡ്സോ ഓർഡിനറിലി കെപ്റ്റ് ബിഫോർ ക്ലിയറൻസ്, നമ്മൾ ക്ലിയറൻസിന് മുമ്പ്, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യുന്നതിന് മുമ്പ് കൊണ്ടുവയ്ക്കുന്ന സ്ഥലം, അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? കസ്റ്റംസ് ഏരിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റും പഠിച്ചേ. അവിടെ നോക്കി, കസ്റ്റംസ് പോർട്ട്, കസ്റ്റംസ് എയർപോർട്ട്, കസ്റ്റംസ് സ്റ്റേഷൻ. കസ്റ്റംസ് പോർട്ട്, കസ്റ്റംസ് എയർപോർട്ട്, കസ്റ്റംസ് സ്റ്റേഷൻ. ഇത് മൂന്നും എന്താണെന്നറിയാമോ? കസ്റ്റംസ് പോർട്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് പോർട്ട് മീൻസ് എനി പോർട്ട് അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 7 സബ്സെക്ഷൻ A to be customs port and includes a place of appointment under section 7AA to be inland container depot ICD. ഒന്നുമില്ല, നമ്മുടെ നോർമൽ പോർട്ടുകളില്ലേടാ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചി പോർട്ട്, നേരത്തെ പറഞ്ഞ വിശാഖപട്ടണം പോർട്ട്, അതായത് നമ്മളെ കടലിലൂടെ വരുന്ന സാധനം വെസലെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥലം, അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? കസ്റ്റംസ് പോർട്ട് എന്ന് വിളിക്കുന്നത്. ഈ കസ്റ്റംസ് പോർട്ട് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 7A പറഞ്ഞിരിക്കുന്നത് ആണെങ്കിൽ കസ്റ്റംസ് പോർട്ടാണ്. 7AA പറഞ്ഞിരിക്കുന്ന ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോയും കസ്റ്റംസ് പോർട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? 7A പറഞ്ഞിരിക്കുന്ന 7A ഏതൊക്കെ പോർട്ടാണോ കസ്റ്റംസ് പോർട്ടായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അതും കസ്റ്റംസ് പോർട്ടാണ്. 7AA ഏതൊക്കെ പോർട്ടാണോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അതും കസ്റ്റംസ് പോർട്ടാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലാൻഡ് വഴി, നമ്മുടെ സീ വഴി, കടലിൽ കൂടെ വരുന്ന വെസൽ പാർക്ക് ചെയ്തിട്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം കൊണ്ട് എവിടെ ഏത് സ്റ്റേഷനിലാണോ ഇടുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്? കസ്റ്റംസ് പോർട്ട് എന്ന് പറയുന്നത്. അടുത്ത കസ്റ്റംസ് എയർപോർട്ട് എന്ന് പറഞ്ഞാലോ പ്ലെയിനിലൂടെ സാധനങ്ങൾ വരത്തില്ലേ? ഇവിടെ അതേ ഡെഫിനേഷൻ തന്നെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ 7A പറഞ്ഞിരിക്കുന്നതും 7AA കസ്റ്റംസ് എയർപോർട്ട് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണോ അതാണ് എന്തെന്ന് പറയുന്നത്? കസ്റ്റംസ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റുകൾ വന്ന് ലാൻഡ് ചെയ്തിട്ട് സാധനങ്ങൾ വെക്കുന്ന സ്ഥലം ഏതാണോ അതാണെന്ന് പറയുന്നത് കസ്റ്റംസ് എയർപോർട്ട് എന്ന് പറയുന്നത്. പ്രശ്നമില്ലല്ലോ. അടുത്ത കസ്റ്റം സ്റ്റേഷൻ എന്ന് പറഞ്ഞാലോ? കസ്റ്റം സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ ഓക്കെ, കസ്റ്റം സ്റ്റേഷൻ മീൻസ് എനി കസ്റ്റംസ് പോർട്ട്, കസ്റ്റംസ് എയർപോർട്ട്, ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ എക്സെട്ര. അതായത് ഇത് മൊത്തത്തിനെയും കസ്റ്റം സ്റ്റേഷൻ, ആ കസ്റ്റം സ്റ്റേഷൻ ചിലപ്പോൾ എയർപോർട്ട് ആവാം, ചിലപ്പോൾ അല്ലാത്ത നോർമൽ പോർട്ട് ആവാം. മനസ്സിലായില്ലേ? സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എന്തെന്ന് പറയുന്നത് അറിയാമോ? പേഴ്സൺ ഇൻ ചാർജ്. എന്താണ് പേഴ്സൺ ഇൻ ചാർജ്? ഇത് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ കടലിൽ കൂടെ ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ ആ സ്ഥാനത്തിൻ്റെ പേഴ്സൺ ഇൻ ചാർജ് ആരാണ്? അതുപോലെ നമ്മൾ ഏതെങ്കിലും വണ്ടിക്കകത്ത് വലിയൊരു ട്രക്കിനകത്താണ് സാധനം കൊണ്ടുപോകണമെങ്കിൽ അവിടുത്തെ പേഴ്സൺ ഇൻ ചാർജ് ആരാണ്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പേഴ്സൺ ഇൻ ചാർജ് വെസലിലൂടെ കൊണ്ടുപോകണമെങ്കിൽ ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ, മാസ്റ്റർ എന്ന് വിളിക്കുന്ന ആളില്ലേ, ആ പുള്ളിക്കാരൻ, ആ ഷിപ്പിൻ്റെ മാസ്റ്റർ എന്ന് വിളിക്കുന്ന ആളാണ് ആ പേഴ്സൺ ഇൻ ചാർജ്. ഓക്കെ, എയർക്രാഫ്റ്റിൽ കൊണ്ടുപോകണമെങ്കിലോ കമാൻഡർ അല്ലെങ്കിൽ പൈലറ്റ്. ട്രെയിനിലൂടെ ആണെങ്കിലോ കണ്ടക്ടർ ഓർ ഗൈഡ്. വെഹിക്കിളിലൂടെ ആണെങ്കിൽ ഡ്രൈവർ. ഓക്കെ അല്ലേ? മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാൽ എഴുതിക്കൂടെ? നോക്കടാ, വെസലാണെങ്കിൽ മാസ്റ്റർ, നമ്മൾ ചിലപ്പോൾ ട്രെയിനിന് ചിലപ്പോൾ മാസ്റ്റർ എന്നൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓർത്ത് വെച്ചിരിക്കുക, വെസലിന് മാസ്റ്റർ, എയർക്രാഫ്റ്റിന് കമാൻഡർ പൈലറ്റ്, ട്രെയിനിന് കണ്ടക്ടർ അല്ലെങ്കിൽ ഗൈഡ്, വെഹിക്കിളിന് ഡ്രൈവർ. ഓക്കെ അല്ലേ? അല്ലാതെ ലോക്കോ പൈലറ്റ് ഒന്നും എഴുതി വയ്ക്കരുത്, പ്രശ്നമില്ലല്ലോ. അടുത്ത പറഞ്ഞിരിക്കുന്നത് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി. എന്താണ് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി? ഒന്നുമില്ല. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തീരുമാനങ്ങളോ ഓർഡറോ എടുക്കാൻ കെൽപ്പുള്ള അതോറിറ്റീസ്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ പ്രോപ്പർ ഓഫീസർ എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞില്ലേ, എവിടെ GSTയിൽ പറഞ്ഞില്ലേ, അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള അതോറിറ്റീസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് 2 എണ്ണം കൂടത്തില്ല. ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്ന് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിനെയും കൂട്ടത്തില്ല. കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, പക്ഷേ അത് അപ്പീലാണ്. കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അപ്പീൽ. അതെന്താ നോക്കി, നമ്മുടെ നോർമൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് വേറെ, കമ്മീഷണർ ഓഫ് കസ്റ്റംസിൻ്റെ അപ്പീൽ വേറെ. അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ക്രിക്കറ്റ് കളിക്കൊക്കെ നോർമൽ ഫീൽഡ് അമ്പയർമാരുണ്ട്, ഗ്രൗണ്ടിൽ നിൽക്കുന്ന അമ്പയർമാരുണ്ട്. അതാണ് നമ്മുടെ കമ്മീഷണർ ഓഫ് കസ്റ്റംസ്. ഈ പുള്ളിക്കാരൻ്റെ റൈറ്റ് ഉണ്ട്.
ഈ പുള്ളിക്കാരൻ നമുക്ക് എന്തെന്ന് വിളിക്കാം? അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് വിളിക്കാം. പക്ഷേ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അപ്പീലാണെങ്കിൽ അയാൾ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റില്ല? അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ നോക്കിയ ക്രിക്കറ്റ് കളിയിൽ ഈ ഫീൽഡ് അമ്പയർ, അതായത് നമ്മുടെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന അമ്പയർ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഡിസിഷൻ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് തേർഡ് അമ്പയറിന് കാഴ്ച വെക്കുകയാണെങ്കിൽ മാത്രമേ അയാൾക്ക് റൈറ്റ് ഉള്ളൂ അല്ലേ? ഈ നമ്മുടെ ഫീൽഡ് അമ്പയർ പറയുകയാണ് എനിക്ക് പറ്റുന്നില്ല നീ നോക്കുക എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ തേർഡ് അമ്പയറിന് റൈറ്റ് ഉള്ളൂ. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? കമ്മീഷണർ ഓഫ് അപ്പീൽ എന്ന് പറയുന്നത്. കമ്മീഷണർ ഓഫ് കസ്റ്റംസിൻ്റെ അപ്പീൽ എന്ന് പറയുന്നത്. അതായത് അവിടെ എന്തെങ്കിലും ഒരു അപ്പീൽ വരികയാണെങ്കിൽ മാത്രമാണ് അയാൾക്ക് പവർ വരുന്നത്, അപ്പോഴേ അയാൾക്ക് റൈറ്റ് ഉള്ളൂ. മനസ്സിലായില്ലേ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ നോക്കിയാൽ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും തീരുമാനം എടുക്കാൻ കെൽപ്പുള്ള, ഏതെങ്കിലും ഡിസിഷൻസോ ഓർഡർ കൊടുക്കാൻ കെൽപ്പുള്ള ആൾക്കാരെയാണ് നമ്മൾ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഒക്കെ അതിനകത്ത് വരും. പക്ഷേ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് നമ്മുടെ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അപ്പീൽ. കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അപ്പീൽ. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. മെയിനായിട്ട് പഠിച്ചത് കുറേ ഡെഫിനേഷൻസും ബേസിക് കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ കൺഫ്യൂഷനൊന്നും അടിക്കണ്ട. കാരണം നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. കാരണം എന്താണെന്ന് അറിയാമോ? നമുക്ക് ഈ ഇൻ്റർ ലെവലിന് പഠിക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. CMA ഇന്ത്യയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ CS എക്സിക്യൂട്ടീവിന് പറയുകയാണെങ്കിൽ അവർക്ക് ഓരോന്നിനെയും കുറച്ച് ടോപ്പിക്കുകൾ, ഈ 3-4 മണിക്കൂറൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകളൊക്കെ 4 വരിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും. നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട, അതൊക്കെ ഇറലവൻ്റ് ആണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒരു 20 മാർക്ക് അല്ലെങ്കിൽ ഒരു 16 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്തോളമുള്ള അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഒരുപാട് ഡൗട്ടൊക്കെ കാണും, പ്രശ്നമില്ല. നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഓടിച്ച് പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ആദ്യത്തെ പാഠം പഠിക്കുക, റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രം അടുത്ത വീഡിയോ കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ 2ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.